ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അന്നാസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നല്ലൊരു തക്കാളിക്കറിയുടെ റെസിപ്പിയാണ് നോക്കുന്നത്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയാണ്. സാധാരണ നമ്മൾ ചെയ്യുന്ന തക്കാളിക്കറിയിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു രീതിയിലാണ് ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കണം. പിന്നെ ഇതുപോലെ തന്നെ ചെയ്യും, അത്രയും ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനൊരു പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പം നമുക്കിതിലേക്ക് 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിൻ്റെലൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ തീ നന്നായിട്ട് കുറച്ചിടാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 പച്ചമുളകൊന്ന് നീളത്തിൽ കീറി ചേർക്കുന്നുണ്ട്. എരിവിനായിട്ട് നമ്മൾ കൂടുതൽ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ സൈസിലുള്ള സവോള നീളത്തിൽ കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവോള ഒന്ന് വഴണ്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറത്തിലേക്ക് ആയി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ സവോളയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതുപോലെ ആയാൽ മതി കേട്ടോ. ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് എത്തിയാൽ മതി. തീരെ അങ്ങ് ഡാർക്ക് ആവാൻ നിൽക്കണ്ട. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 2 വലിയ സൈസിലുള്ള തക്കാളി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി നല്ല സോഫ്റ്റായിട്ട് നല്ല വെന്ത് ഉടയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 4-5 മിനിറ്റ് എന്തായാലും നമുക്ക് വേണ്ടി വരും. ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കാൻ നേരത്ത് ഇത് നന്നായിട്ട് കുറച്ചിടാനായിട്ട് വിട്ടുപോകരുത്. ആദ്യം തന്നെ ഞാൻ ഇതിൽ 1 ടീസ്പൂൺ നിറച്ചും കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ലൊരു കളറുണ്ടാവും, അധികം എരിവുണ്ടാവില്ല. എരിവിനായിട്ട് നമ്മൾ അത്യാവശ്യത്തിന് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ചേർക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു തക്കാളിയും സവോളയൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നാളികേരപ്പാലാണ്. കട്ടി കുറഞ്ഞ ഏകദേശം ഒരു 1.5 കപ്പോളം നാളികേരപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസുള്ള നാളികേരത്തിൻ്റെ പകുതി ചിരകിയെടുത്ത് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നല്ല കട്ടിയുള്ള 1 കപ്പ് പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പാലൊക്കെ പിഴിഞ്ഞിട്ടാണ് ഇതുപോലെ കട്ടി കുറഞ്ഞ ഒരു 1.5 കപ്പോളം വെള്ളം എടുത്തിട്ടുള്ളത്. ആ പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒരല്പം ഉപ്പ് കുറവ് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം തിളയ്ക്കുന്നത് വരെ നമുക്ക് തീ കൂട്ടിയിടുന്നതുകൊണ്ട് കുഴപ്പമില്ല. മൊത്തം തിളച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ആ ഗ്രേവി അങ്ങോട്ട് വറ്റിച്ച് കളയേണ്ട. അപ്പോൾ ആ സവോളയും തക്കാളിയൊക്കെ ഈ ഒരു നാളികേരപ്പാലി കിടന്നിട്ട് നന്നായിട്ട് വെന്ത് കിട്ടണം. കുറച്ച് സമയം ഇതുപോലെ അടച്ച് വെച്ച് തീ കുറച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊക്കെ തുറന്ന് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം തീ കുറച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ തക്കാളിയും സവോളയൊക്കെ ഒരു നാളികേരപ്പാലിൽ കിടന്നിട്ട് നന്നായിട്ടങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില നിങ്ങളുടെ ഫ്ലേവറിന് അനുസരിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഞാൻ എളുപ്പം ചേർത്തിട്ടുള്ള പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് നാളികേരപ്പാൽ, നല്ല കട്ടിയുള്ള നാളികേരപ്പാലാണ് ഒഴിക്കുന്നത്. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ട് ഒരു 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 3/4 കപ്പിൻ്റെ അടുത്താണ് നാളികേരപ്പാൽ ചേർത്തിട്ടുള്ളത്. കട്ടിയുള്ള നാളികേരപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അധികം തിളപ്പിക്കരുത്. ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇളക്കി മൊത്തത്തിലൊന്ന് ചൂടായിട്ട് വരുമ്പം തീ ഓഫാക്കിയിടാം. നമ്മൾ ഓൾറെഡി ഇത് കടുക് താളിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് ഈ സമയത്ത് കടുക് താളിച്ചിടണമെന്നുണ്ടെങ്കിൽ താളിച്ചാലും കുഴപ്പമില്ല, കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇച്ചിരി വെളിച്ചിട്ടുണ്ടെങ്കിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിൻ്റെലും കൂടി താളിച്ച് ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ചാലും മതി. അപ്പോൾ ഞാൻ താളിച്ചിട്ടൊന്നുമില്ല, തീ ഓഫാക്കിയിട്ടു അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. തീർച്ചയായിട്ടും ചോറിൻ്റെ കൂടെ നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മുടെ ചാനലിന് അത് വലിയൊരു സപ്പോർട്ടായിരിക്കും കേട്ടോ. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. താങ്ക്